guys, welcome to my Hadis vlog. ഞങ്ങളുടെ ഇന്ന് തറവാട്ടിൽ ഒരു നോമ്പ് തുറയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഉമ്മാന്റെ ആണ്ടാണ്. അപ്പോൾ അതിന്റെ വിശേഷമായിട്ടുള്ള ഒരു നോമ്പ് തുറയുണ്ട്. എല്ലാവരും ഫാമിലിയും തന്നെ ഒരു നോമ്പ് തുറയുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന്റെ വിശേഷം എല്ലാവരും കാണിച്ചു തരാം. നോമ്പിന്റെ പണി സ്റ്റാർട്ട് ചെയ്തു. സവാള അരിഞ്ഞു, പിന്നെ ഞങ്ങൾ അച്ചിങ്ങ ഒടിച്ചു. അപ്പോൾ തന്നെ ചിക്കനും ബീഫും വന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ചിക്കനും ബീഫും ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ തന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടി മാംഗോ ഞങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കണേണ്. ഒരേ പണി ഒരാൾ ചെയ്തുകൊണ്ടിരുന്നിട്ടോ. കൈകി വെച്ച് ചിക്കനിൽ മസാല എല്ലാം പിടിപ്പിച്ച് നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കണേണ്. കട്ട്ലേറ്റിൻ്റെ പണി ഉമ്മയാണ് ഏറ്റിരുത്താണ്. അപ്പോൾ ഉമ്മ സവാളയൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ കട്ട്ലേറ്റിൻ്റെ മിക്സ് ഉമ്മ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേണ്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണേണ്. അപ്പോഴത്തേക്ക് കറി വെക്കാൻ വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്യണം കേട്ടോ. മിക്സ് എല്ലാം റെഡിയാക്കി കട്ട്ലേറ്റ് മോൾഡിൽ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് മുട്ടയിലും മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണേണ്. ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് കേട്ടോ. 17 ഒരു കട്ട്ലേറ്റാണ് ഉമ്മി മേക്ക് ചെയ്തേക്കണേ. ഇവിടെ ലൈമും റെഡിയായി, ബീഫ് കറിയും റെഡിയായി. ഇപ്പോൾ ഞങ്ങൾ വാട്ടർമെലൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കണേണ്. വാട്ടർമെലൺ കട്ട് ചെയ്തപ്പോൾ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ജീരകനിയും റെഡിയായി. അതിലേക്ക് പയറും ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അസർ കഴിഞ്ഞപ്പോൾ ഉസ്താദ്മാരെല്ലാം മൗലൂദ് ചെല്ലാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. ഉസ്താദ്മാരെല്ലാം പോയി. എല്ലാവരും ഇപ്പോൾ സംസാരിച്ചിരിക്കണേണ്. അപ്പോൾ തന്നെ പാൽച്ചായ ഞങ്ങൾ റെഡിയാക്കണേണ്. പാൽച്ചായ ചെറുതായിട്ട് തിളച്ച് വന്നേയുള്ളൂ. അത് റെഡിയായപ്പോൾ മഴയും കാറ്റും കറണ്ടൊക്കെ പോയി. കറണ്ട് ഉണ്ടായില്ല. എന്നിട്ടും ഞങ്ങൾ എമർജൻസി ഒക്കെ വെച്ചിട്ട് കട്ട് ഫ്രൂട്ട്സ് എല്ലാം പാത്രത്തിലേക്ക് ആക്കണേ എന്ന് ഞങ്ങളെല്ലാവരെയും പുറത്തിരുത്താന്നാണ് വിചാരിച്ചത്. അപ്പോൾ കാറ്റും മഴയൊക്കെ വന്നുകൊണ്ട് വെള്ളമൊക്കെ ആയതുകൊണ്ട് ലേഡീസിനെ ഞങ്ങൾ ഉള്ളിൽ ഇരുത്തി, ജെൻസിനെ ഞങ്ങൾ പുറത്ത് ഇരുത്തി. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പ്ലാൻ മാറിയിട്ടു. ഞങ്ങളെല്ലാവരും നോമ്പ് ഇറക്കാൻ വേണ്ടിയുള്ള ഒരു ഇതിൽ ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയിപ്പോയിട്ടോ. ഞങ്ങൾ ലേഡീസിനെല്ലാം ഒരു ഷീറ്റ് ഇട്ടിട്ട് താഴ്ത്തിയിരുത്തി. ഞങ്ങളുടെ ഉമ്മമാർക്കൊക്കെ അങ്ങനെ സ്പേസ് ഉണ്ടായല്ലോ, അവിടെ അവർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നോമ്പ് തുറന്നു. അപ്പോൾ ഞങ്ങളെല്ലാവർക്കും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണേണ്. സമൂസ, കട്ട്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങൾ. പുറത്ത് ഞങ്ങൾ ജെൻസിനെയൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചു. നോമ്പ് തുറന്ന ശേഷം ബോയ്സ് എല്ലാം പോയിട്ട് നമസ്കരിച്ചു. അതിനുശേഷം ഞങ്ങൾ പത്തിരിയും ബീഫും ചിക്കൻ കറിയൊക്കെ അതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു കുറച്ചാൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 10 മണിയൊക്കെ ആയപ്പോൾ ഫുഡും കഴിച്ച് എല്ലാവരുമായിട്ട് പിരിഞ്ഞു. അപ്പോൾ അർഹാനും ഞാനും ചോറ് കഴിക്കണേണ്. അപ്പോൾ ഇതുള്ള എൻ്റെ തറവാട്ടിലെ നോമ്പ് തുറ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ നോമ്പ് തുറ വീഡിയോ ഇത്രയുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ബെൽ അടിച്ചോടിക്കണം. ബൈ.